ഞാൻ ഈ എപ്പിസോഡിൽ പുള്ളിക്കാരി വരച്ച 2 ഫോട്ടോസ് ഞാൻ കാണിക്കാം. അതിടണം ഡെഫിനറ്റ്ലി. എന്തിനാണ് ലൈഫ് പർപ്പസ് നോക്കുന്നത്? പാസ്റ്റ് ലൈഫ് എന്തിനാ റീഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏത് ലൈഫിൻ്റെ കർമ്മയാണ് അവർ ഈ ലൈഫിൽ. കല്യാണത്തിന് മുമ്പ് അത്യാവശ്യം മൂളിപ്പാട്ടെങ്കിലും പാടിയിരുന്ന ഞാൻ കല്യാണത്തിന് ശേഷം അതുപോലും മറന്നുപോയി. 19 വർഷം ഡാൻസ് ചിലങ്ക കിട്ടിയിരുന്ന ആള് ഇപ്പം ജീവിതത്തിൻ്റെ ആ ഒരു ഇതിൽ പോയി അത് മറന്നുപോയി, ഇപ്പോഴും ഉള്ളിൽ ആഗ്രഹമായിട്ട് കിടക്കുക എന്ന് പറയാൻ നമുക്ക് അതിന് അബാക്ക് മീഡിയ ഒരു കാരണമായി. കാരണം ആ ഒരു ഫസ്റ്റ് ഇൻ്റർവ്യൂ കണ്ടിട്ടാണ് പുള്ളിക്കാരി എന്നെ കോൺടാക്ട് ചെയ്തത്. അവിടെ ഞാൻ പറയുന്നത് ഞാൻ ഹീലിംഗ് ചെയ്യുന്ന ഒരു മീഡിയം മാത്രമാണ്, പക്ഷെ അവരിലേക്ക് ഹീലിംഗ് എത്തണം എന്നുള്ളൊരു നിയോഗമായിരുന്നു. ഈ പലപ്പോഴും ഈ കൺസൾട്ടിങ്ങിന്റെ കാര്യമൊക്കെ സംസാരിക്കുമ്പോൾ ലൈഫ് പർപ്പസ് നോക്കുന്നതിനെ പറ്റി പറയാറുണ്ട്. എന്തിനാണ് ഈ ലൈഫ് പർപ്പസ് നോക്കുന്നത്? രോഹിത്, ഏതൊരാളുടെ സോളിനൊരു പർപ്പസ് ഉണ്ടായിരിക്കും. ഇപ്പം പലരുടെ ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വലി സഞ്ചരിക്കുന്നതാണ് ഒരു സോളിൻ്റെ പർപ്പസ് എന്നാണ്. അപ്പം ചില ആൾക്കാർ അങ്ങനെ ഉണ്ട്. നമ്മുടെ ജീവിത ലക്ഷ്യം അല്ലെ പർപ്പസ് എന്ന് പറയത്തില്ല. ചില ആൾക്കാർക്ക് അവരുടെ ഇന്നർ അല്ലെങ്കിൽ അവരുടെ ഉള്ളിലെ ആഗ്രഹമാണ്. അതായത് കോറായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഓരോന്നാവണം. കലയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർക്കൊക്കെ ചിലർക്ക് അങ്ങനെയുണ്ട്. അപ്പോൾ പല തലത്തിലാണ് അതുണ്ടാവുന്നത്. ലൈഫ് പർപ്പസ് അറിയുന്നത് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ എടുത്തിരിക്കുന്ന ലൈഫിൻ്റെ ഒരു ലക്ഷ്യം, ജീവിത ലക്ഷ്യം ഒന്നത്. പിന്നെ ചില ആൾക്കാരുടെ ടാലൻസ് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ലൈഫ് പർപ്പസ് ഒരുപാട് സഹായിക്കാറുണ്ട്. അപ്പോൾ അതിനെ എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ അബാക്കിൽ ആദ്യം ഫസ്റ്റ് ഇൻ്റർവ്യൂ ചെയ്തില്ലേ, അത് കഴിഞ്ഞിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്തൊരു മാമാണ്. ഞാൻ ഇന്ന് റേക്കിയും ടാരോയും പഠിപ്പിക്കുന്ന എൻ്റെ സ്റ്റുഡൻസിൽ ഏറ്റവും ഏജ് ഉള്ള ആൾ പുള്ളിക്കാരിയാണ്. 61 വയസ്സിലാണ് പുള്ളിക്കാരി എൻ്റെ അടുത്ത് എത്തുന്നത്. അപ്പോൾ ലൈഫ് പർപ്പസ് ആയിരുന്നു പുള്ളിക്കാരി ചൂസ് ചെയ്തത്. ഞാൻ എന്ത് ചെയ്തിട്ടും എനിക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നില്ല. ചില ആൾക്കാരുണ്ട്, ചിലപ്പോൾ അവർക്ക് സാമ്പത്തികപരമായിട്ടാണെങ്കിലും റിലേഷൻഷിപ്പിലൊക്കെ അവർ ഓക്കെ ആയിരിക്കും, പക്ഷെ അവരുടെ ഉള്ളിൽ എനിക്കിനി എന്തോ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ ഞാൻ കണ്ടെത്താനുണ്ട്, നേടാനുണ്ടെന്നൊക്കെയുള്ളൊരു ഇൻകംപ്ലീഷൻ അവർക്കുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞാൻ ലൈഫ് പർപ്പസ് സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരിയുടെ ലൈഫ് പർപ്പസ് എടുത്തു. അപ്പോൾ ഞാൻ ലൈഫ് പർപ്പസ് എടുക്കുന്നത് ഒരു 4-5 അവേഴ്സ് ആണ് എടുക്കുന്നത്. ആദ്യം പോകുന്നത് ഒരു 2.5 മണിക്കൂറോളം മെഡിറ്റേഷൻ റേക്കിയിലൂടെ നമ്മൾ പാസ്റ്റ് ലൈഫ് റീഡ് ചെയ്യും. പാസ്റ്റ് ലൈഫ് എന്തിനാണ് റീഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏത് ലൈഫിൻ്റെ കർമ്മയാണ് അവർ ഈ ലൈഫിൽ ക്ലിയർ ചെയ്യേണ്ടത്, മുമ്പോട്ട് അറിയേണ്ടതെന്നറിയാനാണ് പാസ്റ്റ് ലൈഫ് അറിയുന്നത്. സഞ്ചിത കർമ്മം അറിയാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ലൈഫ് പർപ്പസ് ഈ ലൈഫിൻ്റെ കാര്യങ്ങളും നോക്കും. അപ്പോൾ അതിനകത്ത് ഞാൻ ടാരോ യൂസ് ചെയ്യും, വേദിക് ന്യൂമറോളജി യൂസ് ചെയ്യും, റേക്കി യൂസ് ചെയ്യും, അങ്ങനെ പല കാര്യങ്ങളും. പല കാർഡ്സുകൾ ലൈഫ് പർപ്പസിൻ്റെ തന്നെ കാർഡ്സ് യൂസ് ചെയ്യും. ടാരോയുടെ ഡിഫറെൻറ്റ് കാർഡ്സൊക്കെയാണ് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ ലൈഫ് പർപ്പസ് പുള്ളിക്കാരിയുടെ ഇത് വന്നത് പ്രാക്ടീസ് ആൻഡ് പോളിഷ് യുവർ സ്കിൽസ് എന്നാണ് വന്നത്. അപ്പോൾ സാധാരണ എല്ലാവരും വിചാരിക്കുന്നത് ഹീലിംഗ് പഠിക്കുക, അല്ലെങ്കിൽ എനർജി ലൈനിലേക്ക് വരിക, സ്പിരിച്വൽ ആവുക എന്നൊക്കെയാണ് ലൈഫ് പർപ്പസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയാം. പക്ഷെ അങ്ങനെയല്ല. അപ്പോൾ ഇത് കണ്ടിട്ട് എനിക്കറിയില്ലല്ലോ പുള്ളിക്കാരിക്ക് എന്താണ് ആഗ്രഹം എന്നുള്ളത്. അപ്പോൾ ഞാൻ മാമിനോട് ചോദിച്ചു, മാമിന് എന്തെങ്കിലും സ്കിൽസ് ഉണ്ടോ ഉള്ളിൻ്റെ ഉള്ളിലെന്ന്? അത് പ്രാക്ടീസ് ചെയ്യാൻ, പോളിഷ് ചെയ്തെടുക്കാനാണല്ലോ കാർഡ് വന്നതെന്ന് പറഞ്ഞു. പുള്ളിക്കാരി ഒരൊറ്റ കരച്ചിലായിരുന്നു, കണ്ണു പൊത്തി. എനിക്കൊന്ന് നിർത്തണേ ഉണ്ടായിരുന്നില്ല. ഞാൻ ചോദിച്ചു എന്താ? അപ്പോൾ റിലാക്സ് ആയതിന് ശേഷം പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറയുന്നത് ചെറുപ്പം മുതൽ പാടുമായിരുന്നു, പക്ഷെ ഒരു ഓർത്തഡോക്സ് ഫാമിലി ആയതുകൊണ്ട് അച്ഛനും അമ്മയും സമ്മതിച്ചില്ല. 18ാമത്തെ വയസ്സിൽ കെട്ടിച്ചു വിട്ടു. കല്യാണം കഴിഞ്ഞത് ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലേക്കായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞത് കല്യാണത്തിന് മുമ്പ് അത്യാവശ്യം മൂളിപ്പാട്ടെങ്കിലും പാടിയിരുന്ന ഞാൻ കല്യാണത്തിന് ശേഷം അതുപോലും മറന്നുപോയി. പിന്നെ ഇത്രയും വർഷങ്ങൾ 2 കുട്ടികളും ഒക്കെയായി, ഇത്രയും വർഷം പിന്നെ പുള്ളിക്കാരി അതിനകത്തങ്ങ് പെട്ടുപോയി. അതിനുശേഷം ഇപ്പോഴാണ് ഈ കാര്യം അറിയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, മാമിൻ്റെ ലൈഫ് പർപ്പസ്, മാമിൻ്റെ സ്കിൽസ് പോളിഷ് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനോ പറയുന്നത്. എന്തൊക്കെയാണ് സ്കിൽസ് എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മാം പാടും. ഞാൻ പറഞ്ഞു അത് സ്റ്റാർട്ട് ചെയ്യും. ഇല്ല, എനിക്ക് 61 വയസ്സായി, പ്രായം ഇതല്ല. മാമിന് ഇപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടോ, അതിനുള്ള സാഹചര്യം ഉണ്ടോ, പുള്ളിക്കാരി ടീച്ചറാണ്, ഉണ്ടോ എങ്കിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും മാം, അന്വേഷിക്ക്. പിന്നെ പുള്ളിക്കാരി നേരത്തെ എന്നോ റേക്കി പഠിച്ചിട്ടുണ്ട്, പക്ഷേ അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ റേക്കി ഒന്നും കൂടി എടുക്കാമോ, വർഷങ്ങൾക്ക് മുമ്പ് എടുത്തത്, അപ്പോൾ ഒന്നുകൂടെ പഠിക്കാമോ എന്ന് ചോദിച്ചു. റേക്കിയുടെ ഫസ്റ്റ് ലെവലും സെക്കൻഡ് ലെവലും പഠിച്ചു. ടാരോയ്ക്ക് ജോയിൻ ചെയ്ത് ഇപ്പോൾ മാസ്റ്റർ ഹീലറാണ്. അറ്റ്യൂൺമെൻ്റ് ഒക്കെ കഴിഞ്ഞു. റേക്കി മാസ്റ്റർ ലെവൽ വരെ എത്തി. സെക്കൻഡ് ലെവലിലേക്ക് അറ്റ്യൂൺമെൻറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കാരി
ഈ ഗുരുക്കന്മാരിലേക്ക് എത്തുകയാണ്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പുള്ളിക്കാരി പാട്ടിലേക്ക് എത്തി. എപ്പോഴും പറയും, വോയിസ് ഇടുമ്പോൾ എൻ്റെ അടുത്ത് പറയും, മാം റേക്കിയിലൂടെയാണ് ഞാൻ, അല്ലെ മാം അന്ന് തന്നൊരു കോൺഫിഡൻസ്, ഞാനത് ജസ്റ്റ് പുള്ളി ചെയ്ത് കൊടുത്തേ ഉള്ളൂ, ചെല്ല് പറ്റും എന്നുള്ളത്. അങ്ങനെ ഗുരുവിലേക്ക് എത്തി, പുള്ളിക്കാരി പാട്ട് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഈ എപ്പിസോഡിൽ പുള്ളിക്കാരി വരച്ച 2 ഫോട്ടോസ് ഞാൻ കാണിക്കാം, അതിടണം ഡെഫിനറ്റ്ലി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ പുള്ളിക്കാരി ഒരു വളരെ യാദൃശികമായിട്ടൊരു മ്യൂറൽ പെയിൻറ് ചെയ്യുന്ന ഒരു ഗുരുവിനെ കണ്ടെത്തി പുള്ളിക്കാരി അത് പഠിച്ച് അത് വരച്ച് എനിക്ക് തന്നതാണ്. അതിനുശേഷം എനിക്ക് കഴിഞ്ഞൊരു ദിവസം ഒരു വോയിസ് മെസ്സേജ് ഇട്ടു. ഞാനൊരു കാര്യം പറഞ്ഞാൽ മാം ചിരിക്കുമോ, എന്നെ കളിയാക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, എന്താ പറയുക, അതെ മാം എനിക്ക് കഥകളിയും കുച്ചിപ്പുടിയും പഠിക്കണമെന്നുണ്ട്. ഞാൻ പറഞ്ഞു പഠിക്കണം, സ്റ്റാർട്ട് ചെയ്യ്. അല്ല എനിക്ക് 61 വയസ്സായില്ലേ, അതിനെന്താ? ഞാൻ പറഞ്ഞു പഠിച്ച് സ്റ്റേജിൽ കയറിയ ഫ്രണ്ട് സീറ്റിൽ ഞാനുണ്ടാവും, എനിക്ക് കാണണം എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ആ കൊടുക്കുന്നൊരു സപ്പോർട്ട് ഇന്ന് ആ മാം എത്രത്തോളം ഹാപ്പിയാണെന്നറിയോ. വരയ്ക്കുന്നുണ്ട്. ഒരു പെയിൻറ് ആദ്യമായിട്ട് ചെയ്തതിന് ഓൾറെഡി വാങ്ങിക്കാൻ ഇത് അഡ്വാൻസ് വരെ കൊടുത്തു കഴിഞ്ഞു. ഓക്കെ. അപ്പം പുള്ളിക്കാരിയുടെ കല, ഉള്ളിലുണ്ടായിരുന്ന കഴിവുകൾ, ടാലൻസ് ആ ഒരൊറ്റ ലൈഫ് പർപ്പസിൽ പുറത്തു വന്നു. ഇന്ന് അവരെത്രത്തോളം ഹാപ്പിയാണ്. എവിടെയാണ് അവരുടെ സ്ഥലം? പുള്ളിക്കാരി കൊല്ലത്തുള്ളതാണ്. ശരിക്കും നമ്മുടെ സ്പിരിച്വൽ കോൺക്ലേവിന് വന്നേനെയായിരുന്നു. ശനിയാഴ്ചയും വർക്കുള്ളത് കൊണ്ടാണ് ആള് വരാതിരുന്നത്. അപ്പം ഇത് വരുന്നുണ്ട്. ഓക്കെ. അപ്പം അതിന് ലൈഫ് പർപ്പസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായി. കാരണം 61 വയസ്സ് വരെ പുള്ളിക്കാരി ഉള്ളിൻ്റെ ഉള്ളിൽ നീറി കഴിഞ്ഞിരുന്നൊരു കാര്യം, ആളുടെ ആഗ്രഹങ്ങൾ ഇത് അടിച്ച് അമർത്തി അല്ലെങ്കിൽ അത് പുറത്തേക്ക് കൊണ്ടുവരാൻ അത് മറന്നുപോയി. അപ്പം ഞാൻ ചോദിച്ചു, ഇത് വരച്ച് ഞങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു ഇൻബോൺ ടാലൻറ്റഡ് ആണ് എന്ന് പറഞ്ഞപ്പോൾ, ഇല്ല മാം എനിക്ക് ഓർമ്മയില്ല, ഞാനിങ്ങനെ വരയ്ക്കുമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ വളരെ പുള്ളിക്കാരി വന്ന റേക്കി എന്നിലേക്ക് കൊണ്ടുവന്ന ആ ഗുരുവിനെ. അപ്പം ഞാൻ ആ ക്ലാസ്സിന് ജോയിൻ ചെയ്തു. ഇപ്പോൾ പാട്ട് പഠിക്കുന്നുണ്ട്, മ്യൂറൽ പെയിൻറ്റ് പഠിക്കുന്നുണ്ട്. ഇനി ഞങ്ങൾ അടുത്തത് പുള്ളിക്കാരിയുടെ ഡാൻസാണ്. ഞാനിങ്ങനെ ഇതിൻ്റെ മോഹിനിയാട്ടവും കഥകളിയും പഠിക്കണമെന്ന് പറഞ്ഞാൽ പഠിക്കണമെന്ന് തീർത്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാ സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ റേക്കി മാത്രമല്ല, ഞങ്ങളുടെ സ്വന്തം എൻ്റെ റേക്കി സ്റ്റുഡൻസിലെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ആരൊക്കെ ഈ പറയുന്ന പോലെ ആർട്സും കൾച്ചറും റേക്കി എനർജിയും കൂടി ചേർന്നിട്ടൊരു ഗ്രൂപ്പുണ്ട്. അത് പഠിക്കുക അങ്ങനെയൊന്നുമില്ല, ഞങ്ങളുടേതായിട്ടുള്ള ടാലൻസ് ഡെവലപ്പ് ചെയ്ത് വരാൻ. അപ്പോൾ അതിനകത്ത് എനിക്ക് പേഴ്സണലി അറിയാവുന്ന കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ബേസിക്കലി ഞാൻ കുറച്ച് വരയ്ക്കും. അപ്പോൾ ഡാൻസ് എനിക്കിഷ്ടമാണ്, ഹാൻഡ് എംബ്രോയ്ഡറി വർക്കൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ബേസിൽ ഞാനിങ്ങനെ ഓരോന്ന് ഷെയർ ചെയ്തപ്പോൾ ഞങ്ങളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ എൻ്റെ എല്ലാ സ്റ്റുഡൻറ്റ് ഗ്രൂപ്പുകളിലും ഞാൻ മെസ്സേജ് ഇട്ടു, നമ്മളിങ്ങനെ ഒരു ആർട്സും കൾച്ചറും നമ്മുടെ എനർജി ഹീലിംഗ് സ്പിരിച്വാലിറ്റിയും കൂടി ചേർത്തിട്ട് നമ്മളൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കൊക്കെ ഇഷ്ടമുണ്ട് നിങ്ങൾ അതിലേക്ക് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. അവിടെ ഫീസോ അങ്ങനെ ഒന്നുമില്ല, നമ്മുടെ കഴിവുകൾ നമ്മൾ അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ അല്ലെങ്കിൽ പുറത്തേക്ക് കൊണ്ടുവരാണ്. പിന്നീട് നമുക്ക് ഒരു എക്സിബിഷനൊക്കെ നടത്താം, എക്സിബിഷനൊക്കെ ഇത് പ്രിൻ്റൊക്കെ കൊണ്ടുപോകാം, ഫോട്ടോസൊക്കെ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തുടങ്ങിയതാണ് ഞങ്ങൾ. അതിനകത്ത് എത്ര പേരാണ് ജോയിൻ ചെയ്തതെന്നറിയോ? അവരെല്ലാവരും ബേസിക്കലി ഞാൻ പഠിപ്പിക്കുന്ന ആൾക്കാർ, കുറേ ഏജ് ഉള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അവരെല്ലാം മുമ്പോട്ട് വന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതിൽ. കാരണം അവർ പറയുന്നത് പണ്ട് എന്നോ ഞാൻ ചെയ്തത് മറന്നുപോയി. 19 വർഷം ഡാൻസ് ചിലങ്ക കെട്ടിയിരുന്ന ആൾ ഇപ്പം ജീവിതത്തിൻ്റെ ആ ഒരു ഇതിൽ പോയി അത് മറന്നുപോയി, ഇപ്പോഴും ഉള്ളിൽ ആഗ്രഹമായിട്ട് കിടക്കുക. എന്ന് പറഞ്ഞാൽ നമുക്ക് എനിക്കൊരു ഇത് കിട്ടിയാൽ നമുക്ക് ഒന്നിച്ച് അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. ഞങ്ങളുടെ ഒരു കൂട്ടായ്മ ഇത് കൂടാതുള്ള. അപ്പൊ ഈ ലൈഫ് പർപ്പസിലേക്ക് പുള്ളിക്കാരി എത്തിയത് ഇങ്ങനെയാണ്. അപ്പൊ ഇന്ന് അവരനുഭവിക്കുന്ന ഒരു ഹാപ്പിനെസ് അത് അവർക്കൊരു ക്യാഷിനോ ലൈഫിന് വേറെ ഒന്നിനും കൊടുക്കാൻ പറ്റുന്നില്ല. അത് അവരുടേതും മാറിയത് ഈ ലൈഫ് പർപ്പസ്. അതിന് അബാക് മീഡിയ ഒരു കാരണമായി. കാരണം ആ ഒരു ഫസ്റ്റ് ഇന്റർവ്യൂ കണ്ടിട്ടാണ് പുള്ളിക്കാരി എന്നെ കോണ്ടാക്ട് ചെയ്തത്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ പല ആളുകളും, പല ഗുരുക്കന്മാരും പലരും നമ്മളെ ചിലരെ പരിചയപ്പെടുത്തി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവരിങ്ങോട്ട് പറയും, അത് ഗുരുവിനൊക്കെ പരിചയപ്പെട്ടത് രോഹിത് വഴിയായിട്ടോ, ഗുരുവായിട്ട് ഹീലിംഗ് ചെയ്യുന്നവരാണ് എന്തായാലും. പക്ഷെ അതൊരു വലിയ നിയോഗമായി കാണാനാണ് ആഗ്രഹിക്കുന്നത്, ഞങ്ങളുടെ നിയോഗം. അല്ല, അതൊരു ഇതിപ്പോൾ ലൈഫ് പർപ്പസിൻ്റെ കാര്യമല്ല പറഞ്ഞാൽ. ഇപ്പം ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഹീലിങ്ങിൻ്റെ കാര്യം പറയാം. രോഹിത് ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് അത് ഓർത്തത്. 1 വർഷം മുമ്പ്
നമ്മുടെ അബാക്കിൽ ഒരു ഇൻ്റർവ്യൂ എൻ്റെ കണ്ടിട്ട് പുള്ളിക്കാരി നമ്പർ സേവ് ചെയ്ത് വെച്ചതാണ്. ഈ റീസെൻ്റ്ലി ഡിസംബർ ഫസ്റ്റ് വീക്ക് പുള്ളിക്കാരി കോഴ്സിന് ജോയിൻ ചെയ്തിട്ട് ജോർദാനിലാണ് മാം ജോയിൻ ചെയ്തിട്ട് നാട്ടിലേക്ക് വരിക. അപ്പം ഫീസ് അടച്ച് ജോയിൻ ചെയ്ത് അടുത്ത ബാച്ചിന് കയറിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഫീസെല്ലാം അടച്ചതിന് ശേഷം എനിക്കൊരു മെസ്സേജ് അയച്ചു, മാം എൻ്റെ അമ്മ ഹോസ്പിറ്റലിലാണ്, ഒന്ന് ഹീൽ ചെയ്യും, മാമിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമുക്ക് ഹീലിംഗ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു ഫീസിൻ്റെ ഒരു കാര്യത്തിൽ ഞാനൊരു 2-3 ദിവസം കഴിഞ്ഞ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽ കേസാണ്, ഞാൻ ഒരിക്കലും അതിന് വേണ്ടിയിട്ട് ഇത് നിൽക്കില്ല. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തോളാം, മാം എപ്പോഴാണെന്ന് വെച്ചാൽ ഇതിട്ടാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ ഹീലിംഗ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. ഇത് ഞാൻ ചെയ്തു എന്ന് ഞാൻ പറയല്ല, ഞാൻ റേക്കിയുടെ ആ ഒരു പവറാണ് ഞാൻ പറയുന്നത്. സെക്കൻഡ് ഡേ പുള്ളിക്കാരിയുടെ വോയിസ് വരികയാണ്. ആദ്യം പറഞ്ഞപ്പോൾ ഒരുപാട് ഇത് പറഞ്ഞു, യൂറിനിൽ പസ് വരുന്നുണ്ട്, പിന്നെ ശ്വാസം മുട്ടലുണ്ട്, ഓക്സിജനിലാണ്, അങ്ങനെ കുറേ ഇത് പറഞ്ഞു. സെപ്സിസ് ഉണ്ട് പുള്ളിക്കാരിക്ക്. ഹീലിങ്ങിൻ്റെ സെക്കൻഡ് ഡേ കുറേ മാറ്റം വന്നു, പുള്ളിക്കാരിക്ക് ഒരു ട്രസ്റ്റായി. അത് കഴിഞ്ഞ് സെക്കൻഡ് ഡേ ആയപ്പോഴേക്കും പുള്ളിക്കാരി വീണ്ടും ആ പസ് വരുന്നത് കംപ്ലീറ്റ്ലി മാറി. തേർഡ് ഡേ ഡിസ്ചാർജ് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി ജോർദാനിൽ നിന്ന് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജുകൾ കിട്ടുള്ളൂ. വിയറ്റ്നാമിൽ വന്നപ്പോൾ മെസ്സേജുകളെല്ലാം വായിച്ചിട്ട് പുള്ളിക്കാരി എനിക്ക് കുറേ താങ്ക്സ് പറഞ്ഞിട്ടൊക്കെയുള്ള കുറേ മെസ്സേജുകൾ അയച്ചിട്ട് കൊടുത്തിട്ട് പറയാം, മാം എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. കാരണം ഡോക്ടർമാർ അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ചോ എന്ന് പറഞ്ഞൊരു കേസാണ്. അതായത് വെന്റിലേറ്ററിലേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അത് അത്രയും സിറ്റുവേഷൻ വരെ അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ചോ, ഇനി ഇല്ല എന്ന് പറഞ്ഞ ആൾ നമ്മൾ ഹീലിംഗ് തുടങ്ങി സെക്കൻഡ് ഡേ തൊട്ടിട്ട് മാറ്റം വന്ന് ഡോക്ടേഴ്സിന് പോലും അത്ഭുതമാവുന്ന രീതിയിലേക്ക് മാറ്റം വന്ന് ഡിസ്ചാർജ് ആയി വീട്ടിൽ പോയി. ഇപ്പോഴും ഞാൻ ഹീലിംഗ് ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ ഞാൻ പറയുന്നത് ഞാൻ ഹീലിംഗ് ചെയ്ത ഒരു മീഡിയം മാത്രമാണ്, പക്ഷേ അവരിലേക്ക് ഹീലിംഗ് എത്തണം എന്നുള്ളൊരു നിയോഗമായിരുന്നു, പുള്ളിക്കാരി ഹീൽ ചെയ്യപ്പെടണം എന്നുള്ളത്. സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. എല്ലാവരുടെയും കേസിനെന്നല്ല ഞാൻ പറയുന്നത്, അത് റേക്ക് എത്തണമെങ്കിലും പഠിക്കണമെങ്കിലും ഒരാൾ ഹീൽ ചെയ്യപ്പെടണമെങ്കിലും അത് തന്നെ വിചാരിക്കണം. അങ്ങനെ ഒരു ഇതും കൂടിയാണ്. കാരണം അല്ലാത്തവരില്ലാതെ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായി. നിയോഗം കൂടി ഉണ്ടാവണം. നിയോഗമുള്ളവർ വഴി കണ്ടെത്തട്ടെ. ഓക്കെ, എന്തായാലും മനോഹരമായ ഈ ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റിന് കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. ഇതെന്താണ് എന്നൊന്ന് പറയുമോ? ഇത് റെഡ് ജാസ്പർ ആണ്. അത് ശരിക്കും റൂട്ട് ചക്രയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ ബേസിക് നീഡ്സ് എല്ലാം എന്തിനാണ്? റൂട്ട് ചക്രയുടെയാണ്. അപ്പോൾ അത് സ്റ്റേബിളായി ബാലൻസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫിനാൻസ്, കരിയർ, ഫാമിലി ലൈഫ് എല്ലാം നമുക്ക് ബേസ് വേണമല്ലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് റൂട്ട് ചക്ര. ശരി, എന്തായാലും നിരഞ്ജന ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോഴാണ് റെഡ് ജാസ്പർ റൂട്ട് ചക്രയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോഴാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് തരുന്നത്. താങ്ക് യു.